ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിലും തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുള്ളതുകൊണ്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ. അതിനെ ഞാൻ ആദ്യം തന്നെ സോറി പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ലൈറ്റ്സാണ് സെറ്റ് ചെയ്യുന്നത്. ലൈറ്റ് സെറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തേ. കാരണം ഇതിങ്ങനെ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കുറേ ടൈം എടുത്താൽ അയച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഫാസ്റ്റായാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കിത് കഴിഞ്ഞിട്ടൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ദുബായ്ക്ക്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് റെഡി ആയിട്ട് അപ്പം തന്നെ പോകണം. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 3:50-ക്കാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 11:50 ആയപ്പോഴേക്കും ഞാൻ ഡെക്കറേഷനിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഇനി റെഡി ആയിട്ട് ഒക്കെ വേണം അവിടെ എത്തണ്ടേ. അപ്പോൾ നേരത്തെ എത്തണമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾസ്, അതുപോലെ ഗിഫ്റ്റ് ബോക്സ്, പിന്നെ സ്റ്റാർസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഞാൻ നമ്മളുടെ ക്രിസ്മസ് പാപ്പയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ബെൽസും അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞൊരു ചെണ്ടയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേരി ക്രിസ്മസിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ലൈറ്റ്സ് ഓൺ ചെയ്തിട്ട് ഫൈനലായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്ത് കാണാനാണ് കുറച്ചുകൂടി ഭംഗി കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എയർപോർട്ടിലെത്തി. ഞാൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ അധികം ആൾക്കാർ ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ എമിറേറ്റ്സിലാണ് ട്രാവൽ ചെയ്തത്. നോർമലി ഒരുപാട് ആൾക്കാർ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ പാസഞ്ചേഴ്സ് എല്ലാം കുറവായിരുന്നു കേട്ടോ. എന്തായാലും ഇതാ നമ്മൾ കയറുന്ന ടൈമായിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ്. ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് എങ്കിലും, പക്ഷേ എമിറേറ്റ്സിൽ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കൂടുതലും ദുബായ്ക്ക് പോകുമ്പോൾ ഫ്ലൈ ദുബായ്ക്കാണ് പോകാറ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. സർവീസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. സർവീസസ് മാത്രമല്ല ഫുഡും അടിപൊളിയാണ്. അപ്പോൾ മോർണിംഗ് ഒരു 4 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്ന മീൽസ് ഉണ്ടായിരുന്നു. ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഒരു ഫ്ലേവേർഡ് കേർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രൂട്ടി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്കധികം വിശക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്രൂട്ടി കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അതെല്ലാം കഴിച്ച് ഒരു മൂവിയെല്ലാം കണ്ടുകൊണ്ടിരുന്നു. 3 Idiots എന്ന് പറഞ്ഞ മൂവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, എമിറേറ്റ്സിൽ അധികം ആരും ഇല്ലായിരുന്നു. ഞാനും പിന്നെ 1-2 ആൾക്കാർ അവിടെ ഇവിടെ. നിങ്ങൾക്ക് സീറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി കയറിയപ്പോൾ ക്യാബിൻ ക്രൂ പറഞ്ഞു നിങ്ങളുടെ ഫ്ലൈറ്റാണ്, എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ല, പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗ് കഴിച്ചതിൽ ഫസ്റ്റ് കട്ട് ഫ്രൂട്ട്സും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കഴിച്ചത് ഫ്ലേവേർഡ് കേർഡായിരുന്നു കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മളുടെ പേർഷ്യൻ ഫ്രൂട്ട് ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, കുറച്ച് കഴിച്ചു. പിന്നെ കഴിച്ചത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ അവരോട് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്നതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ജെല്ലിയാണ്. അതായത് ബനാന ആൻഡ് സ്ട്രോബെറീൻ്റെ ഒരു ഡ്രൈ ഫ്രൂട്ട് പോലൊരു സ്വീറ്റ്, അതാണ് സെലക്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നത്. അത് കഴിച്ച് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവിയെല്ലാം കണ്ടിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മൾ ഫ്ലൈറ്റിലുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ കേട്ടോ. അപ്പം ഞാനിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപാട് ഞാൻ നല്ല കള്ളപ്പവും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയായിരുന്നു. അത് കഴിച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം മാത്രം വന്നിട്ട് ചുട്ടു കേട്ടോ. അപ്പം നല്ല ചൂടപ്പവും നല്ല ചിക്കൻ മപ്പാസും കൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. പിന്നെ ഒരു ഉറക്കമൊക്കെ ഇങ്ങനെ എണീറ്റപ്പോൾ നമ്മളുടെ അടിപൊളി സദ്യയാണ് കഴിച്ചത്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാൽ, അപ്പം നല്ല അടിപൊളി മാങ്ങ അച്ചാറും, മുളകിട്ട മീൻ കറിയും, സള്ളാസും, പിന്നെ നമ്മുടെ ബീഫ് കറിയും, പിന്നെ നമ്മൾ മത്തന് പരിപ്പും കൂടെ വെച്ചതും, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ ചിക്കൻ കറി, പിന്നെ നമ്മളുടെ അപ്പവും താറാവ് കറിയും, പിന്നെ ചോറും പുളിശ്ശേരിയും. ഇത് മെയിൻ താരങ്ങളായിട്ടുണ്ടായിരുന്നു നമ്മളുടെ ക്രിസ്മസ് കേക്കും അതുപോലെ തന്നെ ഗ്രേപ്പ് വൈനും കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് ഡേയിലുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്